ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ വുക്കുമനോവിച്ചുമായി ബന്ധപ്പെട്ട റൂമർ ഈയിടെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് മനോളോ മാർക്കസ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണെങ്കിൽ പകരം ഇവാൻ വുക്കുമനോവിച്ചിനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പരിഗണിച്ചേക്കും, അദ്ദേഹത്തെ കൊണ്ടുവന്നേക്കും എന്നായിരുന്നു റൂമർ. കമന്റേറ്ററായ ഷൈജു ആയിരുന്നു ഇക്കാര്യം പങ്കുവച്ചിരുന്നത്. എന്നാൽ ഈ റൂമർ നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഇവാൻ വുക്കുമനോവിച്ച് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് തനിക്ക് താല്പര്യമില്ല എന്ന രീതിയിലാണ് വുക്കുമനോവിച്ച് സംസാരിച്ചിട്ടുള്ളത്. കൂടാതെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ദുരവസ്ഥയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മനോരമയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവാന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യയുടെ പരിശീലകനാവാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ഇന്ത്യയുടെ അവസ്ഥയിൽ പരിശീലകരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സിസ്റ്റത്തെയാണ്. മൊറീഞ്ഞോയോ പെപ്പോ വന്നാൽ പോലും ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനെ രക്ഷിക്കാൻ കഴിയില്ല. സീനിയർ ടീമിൽ മാത്രം ശ്രദ്ധ നൽകിയിട്ട് കാര്യമില്ല, യൂത്ത് ഫുട്ബോളിൽ കൂടി ഫോക്കസ് നൽകണം. എന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. ഇതാണ് ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രശസ്ത പരിശീലകരായ ഹൊസെ മൊറീഞ്ഞോയോ പെപ് ഗാർഡിയോളയോ വന്നാൽ പോലും ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ കഴിയില്ല, അതിന് ഇവിടുത്തെ സിസ്റ്റം മാറേണ്ടതുണ്ട് എന്നാണ് ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞിട്ടുള്ളത്. സമീപകാലത്ത് വളരെ ദയനീയമായ പ്രകടനമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ വർഷവും അതേ സ്ഥിതിയിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.